വിശുദ്ധ യൗസേപ്പിതാവ് വലിയ വാക്കുകൾ സംസാരിച്ചവനല്ല വിശുദ്ധ യൗസേപ്പിതാവ്. എന്നാൽ അവൻ്റെ ജീവിതം സംസാരിച്ചു. നമുക്ക് പഠിക്കാം, വാക്കുകളിലല്ല ജീവിതത്തിൽ ദൈവത്തെ തെളിയിക്കാൻ. ദൈവത്തെ അനുസരിച്ച ജീവിതം. ദൈവം പറഞ്ഞു, അവൻ പോയി. കാരണം അവൻ വിശ്വസിച്ചത് ദൈവത്തിൻ്റെ വഴിയാണ്, സുരക്ഷിതമായ വഴി. ദൈവത്തിൽ വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതവും വഴിതെറ്റില്ല. പരിശ്രമത്തിൻ്റെ മാതൃക. ഒരു രാജാവായിട്ടല്ല, ഒരു സാധാരണ തച്ചനായിട്ടാണ് വിശുദ്ധ യൗസേപ്പിതാവ് കാണപ്പെട്ടത്. ആത്മാർത്ഥമായ പരിശ്രമം ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്കും പരിശ്രമിക്കാം. ഏതു ജോലിയും ആത്മാർത്ഥതയോടെ ചെയ്യാം. പ്രാർത്ഥനയുടെ മനുഷ്യൻ. ജീവിതത്തിൽ മുതൽക്കൂട്ടായി പ്രാർത്ഥനയെ മാറ്റി. ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർത്തു. നമുക്കും ദൈവിക സ്വരത്തിനായി കാതോർക്കാം. അവിടുന്ന് വഴി നടത്തും. ദൈവം വലിയവരെയല്ല തിരഞ്ഞെടുക്കുന്നത്, വിശ്വസ്തരെയാണ്. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ നാം തിരുനാളിനായി ഒരുക്കിയ എല്ലാ നിയോഗങ്ങളെയും വിശുദ്ധ യൗസേപ്പിതാവ് വഴി ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ യൗസേപ്പിതാവിൽ വിളങ്ങിയിരുന്ന സുകൃതങ്ങളെ സ്വന്തമാക്കി നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം. നിൻ പുണ്യചരിതം വാഴ്ത്തുന്നു ഞങ്ങൾ. നിൻ സഹായം